അപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനിവാസനും സത്യനന്ദിക്കാടും കൂടി തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ പോയി. അതൊരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു. അപ്പോൾ അവിടെ ഓർഗാനിക് ഇതുകൊണ്ടാണ് എന്താ പറയുക വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശ്രീനിവാസൻ ഒരു ഓർഗാനിക്കിന്റെ ആളാണ്. നമുക്കറിയാം അവസാന കാലത്ത് അദ്ദേഹം ഓർഗാനിക് ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാണ്. എന്നും അദ്ദേഹം ഈ വിഷരഹിതമായ പച്ചക്കറികളെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഭയങ്കര ആചാരമായിട്ട് സംസാരിക്കണം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഭക്ഷണമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം അതിൻ്റെ ഓണറെ പോയി പരിചയപ്പെട്ടു. അപ്പോൾ ഓണറോട് പറഞ്ഞു വളരെ നല്ല ഭക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞ് ഓണറോട് ഭയങ്കര കാര്യമായിട്ട് സംസാരിച്ചു. എന്നിട്ട് കുടുംബവിശേഷവും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു അദ്ദേഹത്തിന്റെ 2 ആൺകുട്ടികളാണ്. ഇളയ മകനാണ് അദ്ദേഹത്തിന്റെ കൂടെ ബിസിനസ്സും കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നത്. മൂത്ത മകൻ നേവിയിലാണ്, പക്ഷെ 8 വർഷമായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കണ്ടു കേട്ട് കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാടിനൊക്കെ ഒരു ഭയങ്കര ഷോക്കിങ് ആയി. 8 വർഷമായിട്ട് ലീവ് കിട്ടിയില്ലേ എന്നുള്ള ഒരു രീതിയിൽ പറഞ്ഞു ലീവിന്റെ അല്ല, അവിടെ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ മകൻ ഷിപ്പിന്ന് കാണാതെയായി, അതായത് മകന് ഷിപ്പിന്ന് കാണാതെയായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഷിപ്പിന്ന് കാണാതെയായി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യനന്ദിക്കാടിന് മനസ്സിലായി, അതായത് ഇത് ആ മകൻ മരിച്ചു പോയതാണ്. ഷിപ്പിന്ന് കാണാതെ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി തിരിച്ച് ഇത്ര വർഷമായിട്ട് തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കണ്ട. പക്ഷെ ആ അച്ഛൻ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതായത് ആ മകൻ മരിച്ചു പോയി എന്നുള്ളത് അച്ഛൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ഈ പറഞ്ഞ പോലെ മകൻ വേറെ എവിടെയെങ്കിലും ഉണ്ടാവും, ആരെങ്കിലും രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ ആ ഒരു പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. അങ്ങനെ ഇവർ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇവരുടെ മനസ്സിൽ ഇത് കിടന്ന് അലട്ടുന്നുണ്ടായിരുന്നു. സത്യനന്ദിക്കാട് ഇതിന് ശേഷം ഇത് വീട്ടിൽ പോയി മക്കളുടെ അടുത്ത്, അഖിൽ സത്യന്റെ അടുത്തും അനൂപ് സത്യന്റെ അടുത്തൊക്കെ പറഞ്ഞു. അന്ന് അവര് സിനിമയിലേക്ക് വന്നിട്ട് അവർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് അവർ വിപ്രോയിലോ എവിടെയോ ജോലി ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ മക്കളുടെ അടുത്ത് ഈ ഇൻസിഡൻസ് ഒക്കെ പറഞ്ഞു. അപ്പൊ ഇത് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മകൻ അഖിൽ സത്യൻ പാച്ചും അത്ഭുത വിളക്ക് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഒരു രസമുള്ള സിനിമയാണ്. ശരിക്കും ഒരു സത്യനന്ദിക്കാട് സിനിമയുടെ ഒരു പാറ്റേൺ തന്നെയാണ്. അതായത് അഖിലും അനൂപ് വരാൻ ആവശ്യമുള്ള സിനിമയിലൂടെ വന്നു. അഖിൽ സത്യൻ ഈ പറഞ്ഞ പാച്ചു അത്ഭുതങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് ഇപ്പം സർവ്വമായൊക്കെ ചെയ്തു. അപ്പോൾ സത്യനന്ദിക്കാടും പറയാറുണ്ട്, എൻ്റെ സിനിമകളുടെ ഒരു പാറ്റേൺ കൂടുതലും അഖിലാണ് ഫോളോ ചെയ്യുന്നതായിട്ട് തോന്നി. രണ്ടുപേരും നല്ല ഫീൽ ഗുഡ് സിനിമകൾ ചെയ്യുന്ന ആളുകളാണ്, അത് കൂടുതൽ അഖിലാണ് എൻ്റെ സിനിമകളായിട്ട് റിലേറ്റ് ചെയ്യുക എന്ന് തോന്നിയിട്ടുണ്ട് പറഞ്ഞു. അങ്ങനെ പാച്ചു അത്ഭുതങ്ങൾക്ക് സിനിമയിൽ നമ്മൾ കണ്ടിട്ട് ഫഹദിന്റെ കഥാപാത്രം ഈ പറഞ്ഞ പോലെ തന്നെ ഗോവയിൽ പോകുന്നതും അതിൽ ആ ഹംസധ്വനി എന്ന് പറഞ്ഞ ആ ഒരു നായിക കഥാപാത്രത്തെ പരിചയപ്പെടുന്നത്, അതിൽ ഹംസധ്വനി കടൽ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ബ്രദർ കാണാതെ പോയി ബ്രദറിനെ കാത്തിരിക്കുകയാണ് എന്ന് പറയുന്നത് ആ ഒരു ഭയങ്കര ഇമോഷണൽ ആയിട്ട് സീനാണ്. ഇത് അഖിൽ പറഞ്ഞത് സത്യനന്ദിക്കാടിന്റെ അടുത്ത് അന്ന് അച്ഛൻ പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരുന്നു.